സോണിയുടെ സോണി എക്സ്പീരിയ 5 മാർക്ക് 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോണി എക്സ്പീരിയ 5 മാർക്ക് 5 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. OLED പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ വരുന്നത്. ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സാധാരണ ഫോണുകളിൽ കാണുന്നത് പോലെ പഞ്ചോളോ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ മുകളിലും താഴെയും ബെസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ മുകളിൽ വരുന്ന ബെസലിൻ്റെ ഉള്ളിലാണ് സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം ചെറിയ ബെസൽസൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി. പിന്നെ 21:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഡിസ്പ്ലേയിൽ 10 ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 182 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.6 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിലും ഗ്ലാസ് ബാക്ക് ബോഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഈ ഫോണിൻ്റെ ബ്ലാക്ക്, ബ്ലൂ, പ്ലാറ്റിനം, സിൽവർ എന്നീ കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. വളരെ മികച്ചൊരു പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫോണിൽ 8 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകളിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കാണാറില്ല. പക്ഷേ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ 3.5 mm ഓഡിയോ ജാക്കും മിസ്സിംഗ് ആവാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 360 റിയാലിറ്റി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 52 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്മോർ ടിയുടെ സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.35 ഇഞ്ചാണ്. പിന്നെ ഈ ഒരു സെൻസറിൽ 2x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് 12 മെഗാപിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 12 മെഗാപിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഈ ഫോണിൽ വരുന്നുണ്ട്. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് €999 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 89,200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ വളരെ നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. എടുത്തു വരേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയിട്ടുള്ള 3.5 mm ഓഡിയോ ജാക്കുള്ള അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഉള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം സോണി ഇപ്പം ഇന്ത്യയിൽ ഫോണുകൾ ലോഞ്ച് ചെയ്യാറില്ല. അധികം ഫോണുകളൊന്നും ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്തിട്ടില്ല. അവർ ഏകദേശം ഇന്ത്യയിലുള്ള പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സോണിയുടെ എക്സ്പീരിയ 5 മാർക്ക് 5 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിങ്ങിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.